ഹലോ, ടേൽസ് ഓഫ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെമ്മീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മസാല തേക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് പോലെ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും പേസ്റ്റ് രൂപത്തിലാക്കി പുരട്ടിയതിന് ശേഷം മാരിനേറ്റ് ചെയ്യാൻ വെച്ച് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഫ്രൈ ചെയ്യാനെടുത്ത എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം 3 പച്ചമുളക് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ചെറിയ സവാള തീരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്നു വരുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വരണം. ആ ടൈമിൽ നമുക്കൊരു മസാല തയ്യാറാക്കാനുണ്ട്. ഒരു തക്കാളി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്ത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വഴന്നു വന്നിരിക്കുന്ന സവാളയിലേക്ക് മസാല ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. മസാല അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ വെള്ളവും കൂടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് ഉപ്പ് നോക്കി 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കറിയിലെ വെള്ളം നല്ലതുപോലെ വറ്റി വരണം. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെയും മസാലകളുടെയും ഒക്കെ പച്ചക്കുത്ത് മാറാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ്. അത് മാത്രമല്ല ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാകും. ഇനി ഇത് കുറുകി എണ്ണ തെളിഞ്ഞു വരണം. ഇതുപോലെ ആവണം. ഈ ടൈമിൽ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ നമ്മുടെ കറിയിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ചെമ്മീനിലേക്ക് മസാലയെല്ലാം നല്ലതുപോലെ പിടിക്കണം. ലാസ്റ്റ് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് മല്ലിയിലയോ പുതിനയിലയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ആ കുരുമുളകിന്റെ ഒക്കെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നതാണ് ഈ ഒരു റോസ്റ്റിന് നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർക്കാം കേട്ടോ. ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ചെമ്മീൻ റോസ്റ്റ് തന്നെയാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.